നമ്മൾ സോൾ റിലീസിങ് പ്രോഗ്രാമുകൾ വളരെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. അവിടെ ചെയ്തു പോയേക്കുന്ന ആൾക്കാർക്കും ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ്. ചില ചോദിക്കാറുണ്ട്, ഈ സോളിനെ നിങ്ങൾ എടുത്ത് എന്താ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ സോൾ പോയിട്ട് ഇനി മടങ്ങി വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കാർക്കും അറിഞ്ഞുകൂടാൻ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാത്തതുകൊണ്ടാണ് സംശയങ്ങൾ വരുന്നത്. സ്വാഭാവികമാണ്. എനിക്കും ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള നോളജ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാരണം അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ സോൾ റിലീസിങ് പ്രോഗ്രാമിൽ ഇരിക്കുന്ന സമയത്ത് ദേവിനെ പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് ദേവി വരുന്നത് എനിക്ക് എൻ്റെ വിഷനിലേക്ക് കാണാം. ദേവി വന്നിട്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് ചിരി വരും, പരിഹാസം ഉണ്ടാവും. പക്ഷേ നാളെ നിങ്ങൾക്കും ഇതൊക്കെ വരാമെന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ ചിരി മാഞ്ഞ് പോയിക്കോളും തനിയെ. കാരണം ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഇത് നിങ്ങൾ പോയിട്ട് കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് പരിപാടികളൊക്കെ ചെയ്ത് ഓരോ കാശ് കളഞ്ഞ് ഓരോ മരുന്നെല്ലാം കഴിച്ച് പൂജകളും വഴിപാടൊക്കെ ചെയ്തിട്ടാണ് ശരിയായിട്ടുള്ള ആ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ കർമ്മയാണ്. നിങ്ങളുടെ കർമ്മ കൊണ്ട് തന്നെയാണ്, സംശയം വേണ്ട. ആ കർമ്മം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അത്രയും പൈസ നിങ്ങളുടെ സ്പെൻഡ് ആവണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അലച്ചിൽ ഒരു നമ്മൾ കുറച്ച് ടൈമിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ മധുരമായൊരു പരിപാടിയാണ്. കാരണം ഇതുവരെ ചെയ്തു പോയേക്കുന്ന ആൾക്കാർ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിലനിൽക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് വരാം. അപ്പോൾ ഈ ദേവി ആ സമയത്ത് വരുന്നു. ദേവി വന്നിട്ടാണ് നേരിട്ട് ഈ പരിപാടി ചെയ്യുന്നത്. ശരീരത്തിലുള്ള ഓരോ സാധനങ്ങളെ ഇളക്കിയെടുക്കുന്നു. അതായത് ഇതിലുള്ള എനർജീസിനെ ചക്രാസിൽ പിടിച്ചിരിക്കുന്നുണ്ടാവും, ഓറയിലിരിക്കുന്നുണ്ടാവും. അതിനെല്ലാത്തിനും റിലീസ് ചെയ്ത് കളയുന്നു. ആ റിലീസ് ചെയ്യുന്ന കാര്യങ്ങൾ മിക്കവാറും ഒരു 90% പേർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. ഇതിനകത്ത് ചെയ്തു പോയേക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ചിലപ്പോൾ ആളുകൾക്ക് ഭയങ്കരമായ കോട്ടുവായ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ഗ്യാസ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു ഐസിൻ്റെ ഫീൽ, അതായത് ചിലപ്പോൾ കാലോ കയ്യോ ഒക്കെ ഇങ്ങനെ തണുക്കുന്ന ഒരു ഫീൽ വരും. ഒരു തണുപ്പ് പോലെ പുറത്ത് കഴുത്തിലൊക്കെ ഇങ്ങനെ ഐസ് വെച്ച പോലെ ഒരു ഫീലിംഗ് വരും. മരവിച്ച് പോകുന്ന ഒരു അവസ്ഥ, കൂടുതൽ എഫക്റ്റ്. ജനറലായിട്ട് ആൾ പറയുന്ന കാര്യം കേട്ടോ ഞാൻ പറയുന്നു. ഇങ്ങനെ വരും അങ്ങനെ വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് എന്തോ സംഗതി എനർജി ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതായിട്ട്, അതായത് റിലീസ് ചെയ്യുമ്പോൾ മുകളിലോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാലിക്കുടി ഇങ്ങനെ എന്തോ സാധനം താഴേക്ക് പോകുന്നതായിട്ട്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലും സംഭവിക്കുന്നുണ്ട്. മുകളിലേക്കും എനർജി റിലീസ് ചെയ്തു അതിൻ്റെ അംശങ്ങൾ പോകുന്നുണ്ട്, താഴേക്കും റിലീസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്തതിൽ വേറൊരു കേസിനകത്ത് എനിക്ക് അത്ഭുതം ഉണ്ടാക്കിയ കാര്യമാണ്. ഒരാൾക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഈ ഭാഗത്ത് നെഞ്ചിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കുന്ന പോലെ ഫീലിംഗ്. അപ്പോൾ ഭയങ്കര ഒരു സംഭ്രമമൊക്കെ ഉണ്ടായിരുന്നു. കുട്ടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസുകൾ പലരും നമുക്ക് ലൈവായിട്ട് വീഡിയോ കോളിൽ ഇരിക്കുമ്പോൾ കാണാം. പിന്നെ ചിലർക്ക് സംശയമുണ്ട് വീഡിയോ കോളിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് ന്യായമായ സംശയമുണ്ട്. കാരണം നമ്മൾ ഇതുവരെ കണ്ടേക്കുന്നതൊക്കെ കുറേ ഹോമകുണ്ടങ്ങളും പൂജ മന്ത്രജപങ്ങളും കാര്യങ്ങളും മാത്രമേ കണ്ടുള്ളൂ. ആവാഹനം എന്നൊക്കെ പറഞ്ഞ പരിപാടി. ഇതുവരെ ലോകത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നോട് ദേവി പറയുന്നത്. എനിക്കും അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് ആദ്യം. അതുകൊണ്ട് അങ്ങനെ സംശയം ആർക്കും വേണ്ട. കാരണം ചെയ്യാൻ സാധിക്കും. അത് ഞാനല്ല ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ദേവിക്ക് എവിടെ വേണമെങ്കിൽ വന്നൂടെ നിങ്ങൾ ആലോചിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും ദേവിക്ക് നേരെ അങ്ങോട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ട് ഞങ്ങൾ മാർക്ക് കൊടുക്കുന്നു അല്ലേ? സ്വാഭാവികമായിട്ടുള്ള സംശയം. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ലോ ഉണ്ട്, ഒരു നിയമമുണ്ട്. ഭൂമിയിലും മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ പവർ കൊടുത്തേക്കണം. പവർ മാത്രമല്ല, കൂടുതൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു അവകാശം മനുഷ്യർക്കാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യരിലൂടെയാണ് സംഭവിക്കുക. അമ്പലത്തിൽ നിങ്ങൾ പോയാൽ സംഭവിക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. കുറേ കാര്യങ്ങൾ സംഭവിക്കും. പക്ഷേ പർട്ടിക്കുലർ ചില സാധനങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഗതികൾ. കാരണം ഒരു അബോർഷൻ ചെയ്ത ഒരാൾ, ആ സോള് നിങ്ങളുടെ കർമ്മം കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ്. നിങ്ങളാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫല്ല, നീ ലൈഫിലുണ്ടാക്കുന്ന കർമ്മമാണ്. ഇപ്പോൾ ചില ആൾ പറയും ഞാനൊന്നും മുതലൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കർമ്മമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയും. അബോർഷൻ ചെയ്ത ആളായിരിക്കും ഈ പറയണത്. അബോർഷത്തിന് ഉത്തരവാദിയായ അവരുടെ ഭർത്താവായിരിക്കും പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ന്യായമോ? നിങ്ങളൊന്ന് ആലോചിക്കൂ. അത് കർമ്മമല്ലേ? ഒരു കൊലപാതകമല്ലേ? അപ്പം അത്രയും കർമ്മം ഉണ്ടാക്കുന്ന ഒരു കേസാണത്. അപ്പോൾ അതിനകത്ത് ഇതേപോലെ നിങ്ങൾ തന്നെ അത് ബാലൻസ് ചെയ്ത് കളയാനുള്ളൊരു അവസരമാണത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഉള്ള അവസ്ഥകളുണ്ടാകുക, ഇങ്ങനെ റിലീസ് ചെയ്ത് പോകുന്ന ഒരു കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതുവരെ ഓൾമോസ്റ്റ് ഒരു 99% ആളുകൾക്കും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു 80% ആൾക്കാരും ഭയങ്കര ക്ഷീണം, തളർച്ച, ഉറക്കം വരല് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചിലർ വിളിക്കും, അയ്യോ സാറേ ഭയങ്കര ക്ഷീണമാണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിക്കോട്ടെ, ഒരു 3 ദിവസം മിനിമം ഉണ്ടാവും ഈ സംഭവങ്ങൾ. അപ്പോൾ വെള്ളം നല്ലോണം കുടിക്കുക, ചൂടുള്ള നാരങ്ങളും കുടിക്കുക, ഉപ്പിട്ടിട്ട്, ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മരുന്ന് പിടിക്കാമെന്ന് ഓടണ്ട. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. കാരണം നമ്മുടെ ബോഡിയിൽ കാലങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു അൺവാണ്ടഡ് എനർജി റിലീസ് പോകുമ്പോൾ ഒരു എംപ്റ്റി സ്പേസ് അവിടെ ഉണ്ടാവും. ആ എംപ്റ്റി സ്പേസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 2-3 ഡേയ്സ് എടുക്കും. ശരിക്കും നമ്മളൊരു 14 ഡേയ്സാണ് ദൈവം പറയുന്നത്. ഇപ്പോൾ 14 ദിവസമാണ് പറയുന്നത് വീണ്ടും നമ്മളുടെ ആ ബോഡി ഫുൾ പവറിലേക്ക് എത്താനായിട്ട്. പക്ഷേ നല്ല മാറ്റങ്ങൾ ഒരു 3 ഡേയ്സ് കഴിയുമ്പോൾ തുടങ്ങും, സ്റ്റാർട്ടാവും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫേസിൻ്റെ ആ ഒരു ഡള്ളായിട്ടിരിക്കുന്ന ഫേസ് ആണെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് നിങ്ങളുടെ മുഖത്ത് വരും. ഈ കവിളിൽ ഇവിടെയൊക്കെ നല്ലൊരു ഗ്ലോ വരും. ഞാൻ നോട്ടീസ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. ആൾക്കാർ പിന്നെ രണ്ടാമതൊക്കെ വിളിക്കുമ്പോഴേ ഞാൻ നോട്ട് ചെയ്തേക്കുന്ന പോയിൻറ്റ്സാണ്. ആ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയണം കേട്ടോ. ഇതൊന്നും എനിക്ക് ആരും പഠിപ്പിക്കാനൊന്നുമല്ല. അപ്പം അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ബാധകമാണ്. നിങ്ങളപ്പോൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങൾ, സംശയങ്ങൾ വേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളിത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇന്ന ചെയ്താൽ ഇങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോൾ സോൾ റിലീസ്, പക്ഷേ ബാധ റിലീസ് ആകുമ്പോൾ അത്രയും പ്രശ്നം വരില്ല. പക്ഷേ ബാധ റിലീസ് അല്ല ഇപ്പോൾ എനിക്ക് കൂടുതലും വന്നത്. 10 ആൾ വന്നാൽ 10 ആളും സോൾ റിലീസാണ് ചെയ്യുന്നത്. അത് ആ കേസുകളാണ് കംപ്ലീറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു സോളിനെ പറ്റിയുള്ള വീഡിയോ, അബോർഷൻ സോളിനെ പറ്റിയുള്ള വീഡിയോ എപ്പോഴും ഒത്തിരി ആൾക്കാരുടെ അടുത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഫ്ലോ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു തയ്യാറെടുപ്പോടു കൂടി വേണം നിങ്ങൾ വരാനായിട്ട്. സംശയമൊന്നും വേണ്ട. അത് കഴിഞ്ഞ് നിങ്ങൾ നോർമലിലേക്ക് വരും. കാരണം എനിക്കതിങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. കാരണം എനിക്കിത് ഒരു ഫോട്ടോ കാണിച്ച് അങ്ങനെയൊന്നും എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ആളുടെ പ്രൈവസി, പിന്നെ അതിൻ്റെ ആവശ്യമില്ല അവിടെ. കാരണം താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിനോട് ഇഷ്ടമുള്ളവർ മാത്രം വന്നാൽ മതി. കാരണം ഇത് നിങ്ങളുടെ ആവശ്യമാണ്, എൻ്റെ ആവശ്യമല്ല. സോളിൽ റിലീസ് ചെയ്ത് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫാണ് മാറുന്നത്, എൻ്റെ ലൈഫ് മാറുന്നില്ല. ഞാൻ ഇതൊക്കെ ഈ ദുരിതം മുഴുവൻ എടുത്തിട്ട് ഞാൻ ചിലപ്പോൾ വയ്യാണ്ടായിട്ട് ചിലപ്പോൾ കിടക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ഇന്നും എനിക്ക് അത്ര എനർജി അത്ര ശരിയല്ല. ഇന്ന് ഞാൻ കുറച്ച് വീക്കാണ്. ഇന്ന് രാവിലെ 3 കേസ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കിടക്കുകയാണ്. ഇപ്പോഴാണ് എഴുന്നേറ്റിരിക്കുന്നത്. കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ബുദ്ധിമുട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു എമൗണ്ട് വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വലിയ എമൗണ്ട് നമ്മൾ വാങ്ങുന്നില്ല. ഇത് വലിയ 50,000 1 ലക്ഷം രൂപയൊന്നും ഞാൻ മേടിക്കുന്നില്ല. ചെറിയ എമൗണ്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ആൾക്കാർക്കറിയാം, വരുന്നവരെല്ലാം പറയാറുണ്ട്, സാറ് ഇത്രയും പൈസ വാങ്ങുന്നുള്ളൂ. ഞങ്ങൾ 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം ചിലവാക്കിയ ആൾക്കാരാണ്, എന്നിട്ട് ഇങ്ങനെ രക്ഷയില്ലാണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊന്നും കൂടുതൽ പറയാനില്ല. ഇപ്പോൾ ദേവി പറഞ്ഞേക്കണ പോലെ ഞാൻ ചെയ്യുന്നു. നാളെ ദേവി ഇത് വേണ്ട, നീ നിർത്തിക്കോ, ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്യും. കാരണം ദേവി പറയുന്ന പോലെ ഞാൻ ചെയ്യുള്ളൂ. ദേവിയുടെ ആ ഒരു ഗൈഡൻസിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കാലങ്ങളായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആരടുത്ത് ഞാനൊരു ഇതിനെപ്പറ്റി ആർഗ്യുമെൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പോകാറില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളാ ദേവിയുടെ ഭക്തനായിട്ട് ജീവിക്കുക മരിക്കുന്നവർ. അതിൽ കഴിഞ്ഞ് വേറൊരു ആഗ്രഹമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം സോൾ റിലീസ് ചെയ്യുമ്പോൾ വരുന്ന ആൾക്കാരും ചെയ്ത ആൾക്കാരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. എല്ലാവർക്കും നന്മകൾ വരട്ടെ. നന്ദി, നമസ്കാരം.